ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്ന് അനുഗ്രഹീതമായ സുവാർത്തയുടെ സന്ദേശം അത് നിവർത്തിപ്പാൻ തക്കവണ്ണം ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഷാരോൺ ഓൺലൈൻ TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളും. ഈ മാധ്യമത്തിലൂടെ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് പ്രവർത്തിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിത്യ ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം നൽകുന്ന ആത്മാവിൻ്റെ പ്രവർത്തനത്തിൽ അത് ഹൃദയത്തെ രൂപപ്പെടുത്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാവിധമായ കൃപകളും നൽകുമാറാകട്ടെ. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിച്ചതിന് ശേഷം ഇന്നത്തെ ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനാധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിലെ ആദ്യത്തെ 2 വാക്യങ്ങൾ. അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ച് പൊട്ടിച്ച് വിലങ്ങ് ഒരുമി ഓടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്നവനെ നമസ്കരിച്ചു.
ആ ഭാഗം മുഴുവനായി വായിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി മുഖാന്തരം. ഈ ഒരു മനുഷ്യനെ യേശു ക്രിസ്തു സൗഖ്യമാക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഇവിടെ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൽ 3 അത്ഭുതങ്ങൾ ക്രമമായി മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ള സുവിശേഷങ്ങളിലും ഈ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയുമെങ്കിലും പല ഭാഗങ്ങളിലായിട്ടാണ്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3 അത്ഭുതങ്ങൾ ക്രമമായി 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ലോകം നിസ്സഹായമായി നിൽക്കുന്ന രംഗങ്ങളിൽ ക്രിസ്തുവിന് എന്ത് ചെയ്യുവാൻ കഴിയും? അതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ നിസ്സഹായാവസ്ഥയിൽ കഴിയുന്ന അനേകർ ഒരു പക്ഷേ ഉണ്ടായെന്ന് വരാം. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ നിങ്ങളോട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ഈ ഭാഗം വളരെ വ്യക്തമാക്കുന്നു. ലോകം നിസ്സഹായമായി നിൽക്കുമ്പോൾ ക്രിസ്തുവിന് എന്ത് ചെയ്യുവാൻ കഴിയും? നമുക്കറിയാം ഇതിലെ 3 പ്രശ്നങ്ങൾ. ഒന്നാമത്തെ ഒരു ഭൂതഗ്രസ്തൻ്റെ പ്രശ്നമാണ്, രണ്ടാമത്തെ ഒരു തീരാവ്യാധിയുടെ പ്രശ്നമാണ്, മൂന്നാമത്തത് ഒരു മരണവീടാണ്. അതുകൊണ്ട് ലോകത്തിന് സഹായിക്കുവാൻ കഴിയാത്ത 3 രംഗങ്ങളാണ്. ഒന്നൊരു ഭൂതഗ്രസ്തൻ, അത് ലോകത്തിനോ ശാസ്ത്രത്തിനോ ഇന്നും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുകയില്ല. രണ്ടാമത്തത് 12 സംവത്സരങ്ങളോളം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, വൈദ്യശാസ്ത്രം സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു രംഗമാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഒരു മരണവീടാണ്. ഈ 3 രംഗങ്ങളും ഇന്ന് ലോകത്തിന് മുമ്പാകെ ഈ 3 വ്യക്തികളെയും നൽകിയാൽ, 3 ഭവനങ്ങളെയും നൽകിയാൽ ലോകത്തിന് അവരെ സഹായിക്കുവാൻ കഴിയുകയില്ല. പക്ഷെ മർക്കോസ് പറയുന്നത് സഹായിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേർ യേശു ക്രിസ്തു എന്നാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നവനാണ്. അവൻ എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ് മർക്കോസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഈ സുവിശേഷങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ഉപമകളുമുണ്ട്. ഇന്ന് പലരും അതേ വിധത്തിൽ അനുകരിക്കുവാൻ പ്രേരിപ്പിക്കപ്പെടാറുണ്ട്. എന്നാൽ എന്താണ് ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ ഒരു പ്രത്യേകത? ക്രിസ്തുവിൻ്റെ ഉപമകളുടെ ഒരു പ്രത്യേകത, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയാൻ പ്രയാസമുള്ള ആത്മീക രഹസ്യങ്ങളെ, വീണ്ടെടുപ്പിൻ്റെ രഹസ്യങ്ങളെ, പാപക്ഷമയുടെ രഹസ്യങ്ങളെ, നിത്യജീവൻ്റെ രഹസ്യങ്ങളെ യേശു ക്രിസ്തു ഈ അത്ഭുതങ്ങളിലൂടെയും ഉപമകളിലൂടെയും വളരെ ലാളിത്യത്തോടുകൂടെ വിശദമാക്കുന്നു. അവൻ്റെ അത്ഭുത പ്രവൃത്തികളെല്ലാം അവൻ്റെ സാന്നിധ്യത്തിൽ ഈ ദോഷങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് വിളിച്ചു പറയുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമായ സംഭവങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ ആരംഭ വാക്കുകളിലേക്ക് നാം കടന്നു വരുമ്പോൾ പ്രാരംഭമായി മനസ്സിലാക്കുന്ന 3 സത്യങ്ങളുണ്ട്. അതായത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് 3 സത്തകൾ അടങ്ങിയ ഒരു ഏക ഘടകമാണ്. അത് സാധാരണ പറയുന്നത് ദേഹം, ദേഹിയാത്മാവ്. ഇതാണ് മനുഷ്യനിലുള്ള പ്രത്യേകതകൾ. ഈ 3 സത്തകൾ അടങ്ങിയ ഒരു ഏക ഘടകമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ 3 പ്രശ്നങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ ഈ 3 അവസ്ഥകളിലാണ് മനുഷ്യന് പ്രയാസമുണ്ടായിട്ടുള്ളത്. ദേഹത്തിൽ പ്രശ്നമുള്ള ഒരു സ്ത്രീ, അതുപോലെ തന്നെ ദേഹിയിൽ പ്രശ്നമുള്ള ഈ ആദ്യത്തെ ഭാഗത്ത് വരുന്ന ഒരു ഭൂതഗ്രസ്തൻ, വീണ്ടും പള്ളിപ്രമാണിയുടെ ഒരു മകൾ മരിച്ചു, ആത്മാവ് വേർപെട്ട ഒരു കുട്ടി. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്ന ദേഹം, ദേഹി, ആത്മാവിൽ ആ 3 ഘടകങ്ങളിലും ഉള്ള പ്രശ്നങ്ങൾ, സമ്പൂർണമായ പ്രശ്നങ്ങൾ, ഇതിന് സമ്പൂർണ്ണ പരിഹാരം നൽകുവാൻ ഒരു സമ്പൂർണ്ണ രക്ഷകൻ മാത്രമേ ഉള്ളൂ. അവനാണ് യേശു ക്രിസ്തു. വാസ്തവത്തിൽ അത് വളരെ വ്യക്തമായി വിവരിക്കുന്ന ഭാഗങ്ങളാണ് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം. അതിൻ്റെ ഈ ആദ്യത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നതിൽ നമുക്കതിൻ്റെ ദേഹിയിൽ എങ്ങനെയാണ് ക്രിസ്തു പ്രവർത്തിച്ച് അവനെ രക്ഷിക്കുന്നത്, നമ്മെ എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്ന് അവിടെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ നാം വായിച്ചത് ഇങ്ങനെയാണ്: അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി. ഒരു സമുദ്രം, ഗലീല കടൽ കടന്നാണ്, അതിലൂടെ യാത്ര ചെയ്താണ് അവർ ഗദരദേശത്ത് എത്തിയത്. അവർ യാത്ര ചെയ്തു വരുമ്പോൾ തന്നെ പ്രകൃതി പ്രക്ഷുബ്ധമായിട്ട് കാറ്റും കടലും കോളുമുണ്ടായി. ഗലീല കടലിൽ വളരെ പ്രശ്നമുണ്ടായി. ആ പടക് മുങ്ങുമാറായി. അവൻ അതിനെ ശാസിച്ചു കൊണ്ടിട്ട് അതിനെ അടക്കി മുന്നോട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ ഞങ്ങൾ പറയുന്ന യേശു ക്രിസ്തു, അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളൊരു ദൈവമാണ്. അതങ്ങനെ നിൽക്കട്ടെ. അതിനുശേഷം 5-ാം അധ്യായം തുടങ്ങുമ്പോൾ അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി. പ്രകൃതിയെ നിയന്ത്രിച്ചതിന് ശേഷം, പ്രകൃതിയുടെ മേലുള്ള തൻ്റെ അധികാരം നിർവഹിച്ചതിന് ശേഷം ദേഹിയുടെ പ്രശ്നമുള്ള ഒരു മനുഷ്യനെ സൗഖ്യമാക്കുവാൻ വേണ്ടി അവിടെ എത്തി. ആ വിജനമായ സ്ഥലത്ത് വാസ്തവത്തിൽ ഈ ഒരൊറ്റ മനുഷ്യനെ തേടിയാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ എത്തുന്നത്. ദൈവത്തിന് ഭൂരിപക്ഷമില്ല, ദൈവത്തിന് ന്യൂനപക്ഷമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാത്മാവിന് ഏറ്റവും വലിയൊരു വിലയുണ്ട്. ആ ഒന്നിനെ പ്രതി ഞങ്ങൾ ഇന്ന് നിങ്ങളോട് സുവിശേഷം അറിയിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒന്നാണ് നിങ്ങളെങ്കിൽ ആ ഒന്നിനെ തേടി വരുവാൻ മനസ്സുള്ള ഒരു ക്രിസ്തുവിനെയാണ് അവതരിപ്പിക്കുന്നത്.
പറഞ്ഞിരിക്കുന്നത്. ആ ഒന്നിനെ തേടി വലിയൊരു ക്രൂസൈഡിൽ പ്രസംഗിക്കാനല്ല ക്രിസ്തുവോട് വരുന്നത്. വലിയൊരു പുരുഷാരത്തെ തന്നെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഗലീല കടലിലെ ഓളവും തിരമാലകളും അതിൻ്റെ പ്രയാസങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് താൻ മുന്നോട്ട് വന്നത് ഈ ഒരു മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടാണ്. എല്ലാവരും അവഗണിക്കുന്നിടത്ത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എത്രമാത്രം, അവൻ്റെ സാമീപ്യം എത്രമാത്രം സന്തോഷം നൽകുന്നു, ആശ്വാസപ്രദമാണെന്നുള്ളത് ഈ ഭാഗം പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും നിങ്ങളെ കൈവിട്ടാലും, ആരും നിങ്ങളെ ഇല്ലെന്ന് വന്നാലും, ആരും നിങ്ങളെ ഇല്ലെങ്കിലും യേശു ക്രിസ്തുവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങളെന്ന് പറയുന്ന ഒന്നിനെ തേടി വരുന്നവനാണ് ക്രിസ്തു. അങ്ങനെ അവൻ അവിടെ എത്തിയപ്പോൾ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ അവിടെ വരുന്നു. ആ ഒരു മനുഷ്യനെ തേടിയാണ് കർത്താവ് വരുന്നത്. എന്താണ് അവൻ്റെ പ്രശ്നം? അവൻ്റെ പ്രശ്നം അവൻ കല്ലറകളിൽ നിന്നാണ് വരുന്നത്. വാസ്തവത്തിൽ നാം മനസ്സിലാക്കേണ്ടത് പാപിയായ മനുഷ്യൻ്റെ ചിത്രമാണത്. പാപിയായ മനുഷ്യൻ, ബൈബിളിൽ എഫേസ്യ ലേഖനം എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ. അതുകൊണ്ട് നാം എന്ന് പറയുന്നത് പാപമാകുന്ന പാപികൾ, മരിച്ചവരായിരിക്കുന്ന പാപത്താൽ മരിച്ച ജനങ്ങളുടെ ഒരു കല്ലറയാണ് ഈ ഭൂമണ്ഡലം തന്നെ, ഈ ഭൂലോകം തന്നെ. അവിടെയാണ് നാം ജീവനുള്ളവനെന്നുള്ള നിലയിൽ ജീവിക്കുന്നത്. പക്ഷേ മനുഷ്യൻ നിത്യമായ നരകത്തിലേക്ക് പാപമുഖാന്തരം പോകുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വാസ്തവത്തിൽ കല്ലറകളിൽ കഴിയുന്നത് പോലെ പാപത്തിൽ മരിച്ചവരുടെ ഇടയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ, അതാണ് പാപി. അവിടെ നിൽക്കട്ടെ. അടുത്തത് അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. രണ്ട് ചങ്ങല കൊണ്ടുപോലും അവനെ ബന്ധിച്ചുകൂടായിരുന്നു. ഞാനൊരു കാര്യം പറയാം, പാപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് ഏറ്റവും ഭീകരമാണ്, അതിശക്തമാണ് പാപത്തിൻ്റെ ശക്തി. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിട്ട് അവൻ ചങ്ങലകളെ പൊട്ടിച്ചു കളഞ്ഞു. ഇരുമ്പ് ചങ്ങലകളെ പൊട്ടിക്കുവാനുള്ള ശക്തി ഈ ഭൂതഗ്രസ്തന് വന്നത് ഇവിടെ കാണുന്നത് പാപത്തിൻ്റെ ശക്തിയാണ്. കാരണം ആ ചങ്ങലകളെ പൊട്ടിക്കുവാൻ നാം മനസ്സിലാക്കേണ്ടത് പാപം എന്ന് പറയുന്നത് ശക്തമാണ്, അതിശക്തമാണ്. സാൻമാർഗിക ഉപദേശം കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയുന്നതല്ല പാപമെന്ന് പറയുന്നത്. സാൻമാർഗിക ഉപദേശങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള നന്മകളുണ്ട്. അതിനെ ഞാൻ നിഷേധിക്കുകയില്ല. പാപത്തെ പരിഹരിക്കുവാൻ അതിന് യാതൊരുവിധ കഴിയുമില്ല. സാൻമാർഗിക ഉപദേശങ്ങളാകുന്ന ചങ്ങലകൾ കൊണ്ട് പാപത്തെ ബന്ധിക്കുവാൻ ആ ബന്ധത്തിൽ നിൽക്കുകയില്ല ഒരിക്കലും. പാപം അത് പൊട്ടിച്ചു കളയാനുള്ള ശക്തി ഒരു പാപിക്കുണ്ട്. അതുകൊണ്ട് വീണ്ടും പറയുന്നവൻ രാവും പകലും കല്ലറകളിൽ, രാത്രി എന്നില്ല പകലെന്നില്ല, ഉറങ്ങാതെ. ഇതാണ് ഒരു പാപിയുടെ ലക്ഷണമെന്ന് പറയുന്നത്. അവൻ എപ്പോഴും നിലവിളിച്ചുകൊണ്ട് തന്നെ നിന്നു, എപ്പോഴും നിലവിളിച്ചുകൊണ്ട് നിന്നു, മലകളിലും ഇടവിടാതെ നിലവിളിക്കുന്നു. ഇത് പാപിയുടെ ഒരു അവസ്ഥയാണ്. പാപത്തിന് പരിഹാരം വരാതെ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സ്ഥാനത്തേക്ക് മനുഷ്യൻ നീങ്ങപ്പെട്ടാൽ അവിടെ രാപ്പകൽ ദണ്ഡനമുണ്ടെന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നരകമെന്നാണ്. ലോകത്തിൽ ഒരാൾക്ക് പോലും അത് താങ്ങുവാൻ കഴിയില്ല. അവിടേക്ക് മനുഷ്യൻ പതിക്കരുത്, ചെന്ന് വീഴരുത് എന്നുള്ള ചിന്തയിലാണ് ദൈവം മനുഷ്യന് രക്ഷാമാർഗം ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ അവിടെ എന്നും നിലവിളിയാണ്, എന്നും ദണ്ഡനമാണ്. അത് സാത്താനും അവൻ്റെ ദൂതന്മാർക്കുമായിട്ട് ഒരുക്കിയിരിക്കുന്ന നിത്യമായ ദണ്ഡനം. അത് പാപപരിഹാരം ലഭിക്കാതെ പോകുന്ന പാപിയുടെ സ്ഥാനമായി മാറും. അതുകൊണ്ട് അതിലേക്ക് മനുഷ്യൻ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ ക്രിസ്തു വന്നത്. നമ്മെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു ലോകത്തിലേക്ക്, സ്വർഗത്തിൽ നിന്ന് വന്നത്. വീണ്ടും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നവൻ തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു പോന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വയം ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നവർ, സ്വയം മരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, സ്വയം നശിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, ഇതും ഇന്നത്തെ ലോകത്തിലെ പാപത്തിൻ്റെ പ്രക്രിയകൾ നമുക്കറിയാം. വർത്തമാന പത്രങ്ങളിലും നാം ടെലിവിഷൻ മാധ്യമങ്ങളിലും കാണുന്നതാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ് നശീകരണ പ്രക്രിയയോടുകൂടെ, നശീകരണ അവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ച് മരണത്തിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യൻ ഒരു പാപിയുടെ യഥാർത്ഥമായ ചിത്രമാണ്. പ്രിയ സ്നേഹിതരെ, നമ്മളിലുള്ള പാപം അത് പരിഹാരം വന്നിട്ടില്ലാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അതെത്രമാത്രം ഭീകരമാണ്, എത്രമാത്രം നമുക്ക് ദോഷം ചെയ്യുന്നതാണ്. ഈ ലോകത്തിന് ശേഷം രണ്ടാം മരണമായ നരകത്തിലേക്ക് മനുഷ്യൻ ദൈവത്തിൻ്റെ ന്യായവിധി അനുസരിച്ച് പൊതിക്കുമെന്നുള്ളത് നാം ഒരിക്കലും മറക്കരുത്. ആ ഭാഗം ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കട്ടെ. അവൻ ഓടിച്ചെന്നുവെന്നാണ്. അവൻ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് അവൻ പറയുന്നത് ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്നാണ്. വാസ്തവത്തിൽ യേശു ക്രിസ്തുവിനോട് ആദ്യമായിട്ടാണ് ഒരുവർ ഇങ്ങനെ പറയുന്നത്. യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വിശന്നിരിക്കുന്നവർക്ക് ആഹാരം നൽകി, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി, മരിച്ചവരെ ഉയർപ്പിച്ച് അവരുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത് അനേക വിലാപ ഭവനങ്ങളെ അവൻ സന്തോഷ ഭവനങ്ങളാക്കി, അന്തർക്ക് കാഴ്ച കൊടുത്തു. എന്തെല്ലാം വിധത്തിലുള്ള നന്മകളാണ് അവൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവൻ പറയുന്നത്
ദൈവത്താണ് എന്നെ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. ഞാനൊരു വസ്തുത ഇങ്ങനെ ചൂണ്ടിക്കാണിക്കട്ടെ പ്രിയപ്പെട്ടവരെ. പലപ്പോഴും ഈ സദ്വർത്തമാനം കേൾക്കുമ്പോൾ, ഈ സുവാർത്ത കേൾക്കുമ്പോൾ, ഇത് തങ്ങൾക്ക് ഉപദ്രവം വരുത്തുവാൻ ഉള്ള എന്തോ ആണെന്നുള്ള തെറ്റിദ്ധാരണ സാത്താൻ മനുഷ്യർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ സുവിശേഷം പ്രചരിപ്പിക്കുന്നവരുടെ അനുഭവത്തിലുണ്ട്. അവർ അത് നേരിട്ടിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു അസ്വസ്ഥത, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പരിവർത്തനം വരുത്തുന്ന, രൂപാന്തരം വരുത്തുന്ന ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ അത് സാത്താൻ്റെ പ്രവർത്തനമാണ്. അങ്ങനെയുള്ളവൻ ഇപ്പോഴും സാത്താൻ്റെ അടിമത്തത്തിലായിരിക്കുന്നുവെന്നാണ് ഈ ഭാഗം പറയുന്നത്. ദൈവത്താണ് എന്നെ ഉപദ്രവിക്കുന്നത്. നിങ്ങളെ ഉപദ്രവിക്കാനല്ല ഇത്, നിങ്ങളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ, നിത്യമായ സന്തോഷ വീട്ടിലേക്ക് പോകുവാൻ, അവിടെ ചെല്ലുവാൻ, ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗഭവനം നിങ്ങൾക്ക് സൗജന്യമായി നൽകുവാനുള്ള ഈ അനുഗ്രഹീതമായ സുവാർത്ത, അതെങ്ങനെയാണ് ദണ്ഡന കാരണമായി തീരുന്നത്? അവൻ അപ്പോഴും സാത്താൻ്റെ അടിമത്തത്തിലായതുകൊണ്ട് അവൻ ക്രിസ്തുവിനോട് പറഞ്ഞു, ദയവായിട്ട് എന്നെ ഉപദ്രവിക്കരുത്, എനിക്കിത് വേണ്ട. ഞങ്ങളോട് പറയാറുണ്ട് സാധാരണ, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്കിത് ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. ഈ മനുഷ്യനെ പോലെ നമുക്ക് ചിത്രം മാറി വരുന്നത് ശ്രദ്ധിക്കുക. അവൻ ഓടിച്ചെന്ന് പറഞ്ഞു, എന്നെ ദണ്ഡിപ്പിക്കരുത്. ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ ഒരാൾ പോലും അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുവെങ്കിൽ അത് സാത്താൻ നൽകുന്ന ചിന്തയാണ്. അതിനെ കൃപയാൽ അതിജീവിച്ച് നിങ്ങൾ രക്ഷാമാർഗത്തിലേക്ക് കടന്നു വരേണ്ടത്, അനുഗ്രഹത്തിൻ്റെ മാർഗത്തിലേക്ക്, സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. അവിടെ എന്നെ സന്തോഷിപ്പിച്ചൊരു വാചകം എന്ന് പറയുന്നത്, ഈ മനുഷ്യനെ കണ്ടിട്ട് യേശു ക്രിസ്തു അവനുള്ള അശുദ്ധാത്മാവിനെ പുറപ്പെട്ടു പോകുക എന്ന് കൽപ്പിച്ചു. അവൻ സർവാധികാരമുള്ള ദൈവപുത്രനാണ്. മനുഷ്യനെ രക്ഷിപ്പാൻ മനുഷ്യനായി വന്നുവെങ്കിലും അവൻ സാക്ഷാൽ ദൈവമാണ്. പിശാചിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. സാത്താൻ്റെ മേലും മരണത്തിൻ്റെ മേലും പ്രകൃതിയുടെ മേലും എല്ലാം അധികാരമുള്ള ദൈവപുത്രൻ. അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു ക്രിസ്തു കൽപ്പിച്ച ആ ക്ഷണം ആ മനുഷ്യനിലുള്ള അശുദ്ധാത്മാവിനെ പുറപ്പെട്ടു പോയി. ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ മുമ്പിൽ സാത്താന് പോലും നിൽക്കുവാൻ കഴിയുകയില്ല. നിങ്ങളിലുള്ള പാപത്തിൻ്റെ ഭീകരത എത്രമാത്രമാണെങ്കിലും, അതിലുള്ള സാത്താൻ്റെ ദൂതൻ എത്രമാത്രം ശക്തനാണെങ്കിലും, യേശു ക്രിസ്തുവിനെ അനുവദിച്ചാൽ മതി. ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞാൽ അത് മാറാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ആ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോവുക എന്ന് പറഞ്ഞ ആ ക്ഷണം തന്നെ ആ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോയി. അവൻ ഒരു പ്രത്യേക മനുഷ്യനായി തീർന്നു. ഇവിടെ മുതൽ കാര്യങ്ങൾ മറിയാൻ തുടങ്ങിയാണ്. ഇവിടെ മുതൽ കാര്യങ്ങൾ മറിയുവാൻ തുടങ്ങിയാണ്. യേശു ക്രിസ്തു അവന് സുബോധം വന്നു കഴിഞ്ഞപ്പോൾ, അവനെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ, അവനുള്ള ഭൂതത്തെ ശാസിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു, അവനിലുള്ള ഭൂതത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞത് ലഗ്യോൺ. ലഗ്യോൺ എന്ന് പറയുന്നത് ഏകദേശം 6000-ഓളം അംഗസംഖ്യമുള്ള ഒരു റോമൻ പട്ടാള യൂണിറ്റിനെയാണ് പറയുന്നത്. അതായത് അനേകർ എന്നുള്ള അർത്ഥം. അവനിൽ ഒരു ലഗ്യോൺ, സാത്താൻ എന്ന് പറയുന്നത് അനേക ദൂതഗണവുമായിട്ടാണ് മനുഷ്യനുള്ളിൽ വസിക്കുന്നത്. ബൈബിളിൽ എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ, പാപത്തിൻ്റെ പ്രവൃത്തി, പാപം എന്ന് പറയുന്ന 2 അക്ഷരം, അത് നിരവധിയാണ്, അത് ലഗ്യോണാണ്, അത് അനേകരാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ, അതായത് പാപത്തിൻ്റെ പ്രവൃത്തികളോ പിന്നീട് ആ ലഗ്യോൻ്റെ പട്ടിക പറയുന്നുണ്ട്. ഞാനങ്ങ് വായിച്ചു പോകാം. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. നോക്ക്, പാപത്തിൻ്റെ പട്ടിക ലഗ്യോനാണ്. അത് കേവലം ഒന്നായിട്ടല്ല വരുന്നത്. സാത്താൻ്റെ ദൂതഗണങ്ങൾ അനേകരാണ്. മനുഷ്യനുള്ള എന്തെല്ലാം ദോഷത്തെയാണ് ബൈബിളിൽ ഇവിടെ തുറന്നു കാട്ടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇതുവരെയും പാപപരിഹാരം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയോ സങ്കടകരമായൊരവസ്ഥയിലാണ് നിങ്ങളായിരിക്കുന്നത്. ഈ സ്നേഹത്തിൻ്റെ വാക്ക് കേൾക്കുക. നിങ്ങളിൽ വ്യത്യാസം വരുത്തുവാൻ കഴിയുന്ന, രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരിക. ഇവിടെ ഈ മനുഷ്യൻ സൗഖ്യമായി. അവനുള്ള ലഗ്യോൻ പോയി, സാത്താൻ പുറപ്പെട്ടു പോയി. അവനുള്ള സാത്താന്യ കൂട്ടം, ദൂതഗണം മുഴുവനായി മാറി. അവൻ സുബോധം വന്നു. ഞാനവിടെ ഇങ്ങനെ പറയട്ടെ, നാട്ടുകാർ വന്നപ്പോൾ കണ്ടത് അത്ഭുതകരമായൊരു കാര്യമാണ്. അവിടെ കണ്ടത് ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടവർ ഭയപ്പെട്ടു എന്നാണ്. അതുവരെ കാണാത്ത, ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത, ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത ആ നിലയിൽ ഉള്ള ഒരു വ്യത്യാസം അവർ വന്നു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ മനുഷ്യൻ ഭയപ്പെട്ടു. അതിനുശേഷം ഈ മനുഷ്യൻ, ഇനി 2 വാക്കുകളൂടെ പറഞ്ഞ് ഞാൻ വിശദീകരിച്ച് അവസാനിപ്പിക്കാം. ഈ മനുഷ്യനൊരു പ്രത്യേകമായ ആവശ്യം യേശു ക്രിസ്തുവിനോട് പറഞ്ഞു. നീ എന്നെ രക്ഷിച്ചു, എനിക്ക് നിന്നെ പിന്തുടരുവാൻ ആഗ്രഹമുണ്ട്, നല്ലൊരു ആഗ്രഹമുണ്ട്. എന്നാൽ കർത്താവ് നല്ല ആഗ്രഹം അനുവദിച്ചില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. അവനോട് പറഞ്ഞത്, നിൻ്റെ ആഗ്രഹമൊക്കെ നല്ലതാണ്, പക്ഷെ നീ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കിയെങ്കിൽ നീ നിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുക. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കൾ ഒരുപക്ഷെ കണ്ടെന്ന് വരാം. അവർക്ക് ഇപ്പോഴും നിനക്ക് വന്ന പരിവർത്തനം അറിഞ്ഞുകൂടാ. അവരുടെ മുമ്പിൽ നീ ഇപ്പോഴും സാക്ഷ്യമില്ലാത്തവനാണ്. അവൻ്റെ മുമ്പിൽ ഇപ്പോഴും നീ മദ്യപാനിയാണ്. അവരുടെ മുമ്പിൽ ഇപ്പോഴും നീ വെറിക്കൂത്തിൽ പോകുന്നവനാണ്. നീ ഒരു നീചപാപിയായിട്ടാണ് പുറന്തള്ളപ്പെട്ടവനാണ്.
ചെയ്യുവാനാണ് നീ ആദ്യം ചെയ്യേണ്ടത്. എന്നെ അനുഗമിക്കുന്നതിന് മുമ്പാകെ നിൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുക. കർത്താവ് നിനക്ക് എന്ത് ചെയ്തു എന്നുള്ളത് നിൻ്റെ വീട്ടുകാരോട് പറയുക എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ ഭൂതഗ്രസ്തനായിട്ട് വീട് വിട്ടിറങ്ങിപ്പോയൊരു മനുഷ്യൻ, ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ച് നാം വീട് വിട്ടിറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ പരിചയക്കാരുടെ മുമ്പിൽ സാക്ഷ്യമില്ലാത്തൊരു മനുഷ്യൻ, പാപിയായൊരു മനുഷ്യൻ, ദുഷ്ടനായൊരു മനുഷ്യൻ, ഏതെല്ലാം വിശേഷണങ്ങൾ ഒരുപക്ഷെ ചേർന്ന് വരും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചുവെങ്കിൽ, ആ രക്ഷ നാം സ്വീകരിച്ചുവെങ്കിൽ, ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിൽ നാം ശരണം പ്രാപിച്ച് എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായുള്ളൂ എന്ന് ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിലുള്ള സാത്താൻ മാറി, ലഗ്യോൻ മാറി, നാം ഒരു പുതിയ മനുഷ്യനായി തീർന്നിരിക്കുന്നു. നാം വീട്ടിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. അതായത് നമ്മുടെ സാക്ഷ്യം എവിടെ നഷ്ടപ്പെട്ടുവോ അവിടെ അത് സ്ഥാപിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സാക്ഷ്യം നമ്മളിലേക്ക് തന്നെ വരണം, നമ്മുടെ ഭവനത്തിലേക്ക് വരണം. അവർ കാണട്ടെ ക്രിസ്തുവിന് ഏത് വിധത്തിലുള്ള പരിവർത്തനം ഒരു വ്യക്തിയിൽ വരുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ അവർ മടങ്ങിച്ചെന്നു. ഒരുപക്ഷെ അവന് ദൂരെ വെച്ച് കാണുമ്പോൾ തന്നെ എത്ര അത്ഭുതകരമാണ് ഈ അത്ഭുതകരമായ രൂപാന്തരമാണ് ലോകത്തിൽ അനേക പാപികൾ വിശുദ്ധന്മാരായി തീർന്നപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതിന്ന് ഞങ്ങളെ കേൾക്കുന്നവർക്കും ഉണ്ടാകുവാൻ ഇടയാകട്ടെ. ഒടുവിലത്തെ വാചകങ്ങളൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവൻ എന്ത് ചെയ്തു? അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. യേശു ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ, അതാണ് അവൻ്റെ നാട്. അവനവൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അവിടെ അവൻ്റെ സാക്ഷ്യം പറഞ്ഞു. അവൻ ഒരുപക്ഷെ പറഞ്ഞു കാണും, ഞാൻ അനാഥനായി, ആരുമില്ലാത്തവനായി, സാത്താനാൽ പിടിക്കപ്പെട്ട് ഏറ്റവും സങ്കടകരമായ അവസ്ഥയിൽ ദുരന്തപൂർണമായി ജീവിക്കുന്ന സന്ദർഭത്തിൽ ക്രിസ്തു കടന്നു വന്ന് എന്നെ രക്ഷിച്ചു. ഞാൻ ഇന്നൊരു പുതിയ മനുഷ്യനാണ്. അവനൊരു ദെക്കപ്പൊലി നാട്ടിലെല്ലാം സന്തോഷിച്ച് തുടങ്ങി. ഞാനിങ്ങനെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു വരുത്തുന്ന രൂപാന്തരം അതെത്രമാത്രം അത്ഭുതകരമാണ്. ശ്രദ്ധിക്കുക ഈ മനുഷ്യനിലേക്ക്. ഇതുവരെ പറഞ്ഞ കഥയുടെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നടന്നൊരു സംഭവമാണത്. കർത്താവ് അത്ഭുതകരമായി രക്ഷിച്ച ഒരു മനുഷ്യൻ. അവിടെ ക്രിസ്തു ആ മനുഷ്യന് രൂപാന്തരം വരുത്തി. ക്രിസ്തു രൂപാന്തരം വരുത്തിയാൽ നിങ്ങൾ കടന്നു വരുന്നത് പോലെ ആയിരിക്കേയില്ല മടങ്ങിപ്പോകുന്നത്. ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കും. പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിൽ മരിച്ചുവെന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ ജീവിക്കുന്നത് ദൈവാത്മാവിനാലുള്ള ഒരു പുതിയ മനുഷ്യൻ, ആത്മാവിനാൽ ജനനം ചെയ്ത, വീണ്ടും ജനനം പ്രാപിച്ച, അങ്ങനെയുള്ള വാക്കുകളെല്ലാം ബൈബിളിലുള്ളതാണ്. പ്രാപിച്ച, വീണ്ടും ജനനം പ്രാപിച്ച ഒരു പുതിയ മനുഷ്യൻ. ഈ മനുഷ്യനിലേക്ക് നോക്കുക. അവൻ അശുദ്ധാത്മാവ് ബാധിച്ചവനായിരുന്നു. അവനിപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീർന്നു. അവൻ നഗ്നനായിരുന്നു എന്നാണ് നാം അവിടെ കണ്ടത്. വസ്ത്രം ധരിക്കാതെ ഉള്ളവനായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ വസ്ത്രധാരിയായിട്ട് മാറുന്നു. അവൻ സുബോധമില്ലാത്തവനായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഒടുവിലത്തെ വാക്യമായപ്പോൾ അവൻ സുബോധം പൂണ്ടുമെന്നുള്ള വാക്കാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നോക്കുക, അവൻ കല്ലറയിൽ പാർത്തവനാണ്, എന്നാൽ ഇപ്പോൾ അവൻ ഭവനത്തിലേക്ക് വരുന്നവനാണ്. ഞാൻ ഈ 4 കാര്യങ്ങൾ പറഞ്ഞു. അശുദ്ധാത്മാവുള്ള മനുഷ്യൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീർന്നു. വസ്ത്രമില്ലാതെ നടന്നൊരു മനുഷ്യൻ വസ്ത്രധാരിയായി തീർന്നു. അത് വാസ്തവത്തിൽ അതിൻ്റെ ആത്മീക അർത്ഥത്തിൽ നീതിയുടെയും വിശുദ്ധിയുടെയും വസ്ത്രമാണ് ഒരുവൻ ക്രൂശിൽ യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവന് ലഭിക്കുന്നത്. സുബോധമില്ലാത്ത മനുഷ്യൻ സുബോധമുള്ളവനായി തീരുന്നു. കല്ലറയിൽ പാർത്തവൻ ഭവനത്തിലേക്കാണ് ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത്. വീണ്ടും അവൻ നാട്ടുകാരുടെ ഒരു പേടി സ്വപ്നമായിരുന്നു, എന്നാൽ ഇപ്പോൾ ആശ്ചര്യ വിഷയമായി, അത്ഭുത വിഷയമായി തീർന്നിരിക്കുന്നു. ഇന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കുമെങ്കിൽ ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളൊരു അത്ഭുത വിഷയമായി തീരും, ഒരു ആശ്ചര്യ വിഷയമായി തീരും. പഴയ അതെല്ലാം കഴിഞ്ഞു പോയി, കണ്ടാലും ഞാൻ സർവ്വതും പുതുതാക്കുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും 7 പ്രത്യേകതകളുണ്ട്. 5 ഞാൻ പറഞ്ഞു. 6 അവൻ തള്ളപ്പെട്ടവനായിരുന്നു, എന്നാൽ ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെ തള്ളപ്പെട്ടവനായിരിക്കും എല്ലാവിധത്തിലും, എന്നാൽ ഇന്ന് സ്വീകരിക്കപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. ഒടുവിലത്തത് സാത്താൻ്റെ ആയുധമായി തീർന്നവൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീർന്നു. അവൻ ഒരു സുവിശേഷ പ്രസംഗകനായിട്ട് മാറി. അത്ഭുതകരമാണ്. 5-ാം അധ്യായം തുടങ്ങുമ്പോഴുള്ള മനുഷ്യനിൽ അവസാനിക്കുന്നത് അവനൊരു സുവിശേഷ പ്രസംഗനായിട്ട് വന്നു. യേശു ക്രിസ്തു രൂപാന്തരം വരുത്തുമ്പോൾ അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് ഈ സമയം കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരിക. നിങ്ങളിലുള്ള എല്ലാ ദോഷങ്ങളെയും, പാപത്തിൻ്റെ ദോഷങ്ങളെയും അവൻ അകറ്റട്ടെ. അവൻ്റെ ക്രൂശിലേക്ക് നോക്കുക. നിങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ, നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവ മകനായി തീരുവാൻ, ദൈവമകളായി തീരുവാൻ ഇന്ന് കേട്ട ഈ സുവാർത്ത സന്ദേശത്താലും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഈ വാക്കുകളാലും ദൈവം നമ്മെ അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.